നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയായിട്ടാണ് ഈ വീഡിയോ. കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് പാണമ്പ്ര വളവിലാണ്. ഇന്ന് ആരംഭിക്കുന്നത് പാണമ്പ്ര വളവിൽ നിന്നാണ്. സുഹൃത്തുക്കളെ, പാണമ്പ്ര വളവിൻ്റെ അവസാനത്തെ കാഴ്ചകളാണ് ഇന്ന്. നാളെ മുതൽ പാണമ്പ്ര വളവ് ഇല്ലട്ടോ. ഇന്നത്തെ അവസാനത്തെ കാഴ്ചകൾ കണ്ടോളി. ഇതാണ് പാണമ്പ്ര അപകട വളവ്. ഒരുപാട് അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച അപകട വളവ് നാളെ മുതൽ ഈ മുന്നിൽ കാണുന്ന സർവീസ് റോഡ് വഴിക്കാണ് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള വാഹന ഗതാഗതം തിരിച്ചു വിടുക. ആ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞതാണ്. അത് നേരെ തന്നെയാണ് പോകുന്നത്. ഇവിടുന്ന് നേരെ മുന്നോട്ട് നോക്കിയാൽ പാണമ്പ്ര ഏറ്റവും പുതിയ അണ്ടർപാസ് കാണാം. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാളെ ഓപ്പൺ ആകാൻ പോകുന്ന സർവീസ് റോഡ് വഴിയാണ്. അതിൻ്റെ അവസാന ഘട്ട വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ എടുക്കുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്കാണ്. ചെറുതും വലുതുമായ നൂറുകണക്കിന് അപകടങ്ങളുണ്ടായ 55ഓളം ജീവനുകൾ നഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് പാണമ്പ്ര വളവ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഈ ഭാഗം മുതലാണ് പഴയ ഒരു എസ് മോഡൽ വളവ് ആരംഭിച്ചിരുന്ന ഭാഗം. ഇവിടെയാണ് ഇപ്പോൾ പുതുതായിട്ട് സർവീസ് റോഡ് ഉണ്ടാക്കിയിട്ട് പഴയ റോഡ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് സർവീസ് റോഡാക്കി മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ വലതുഭാഗത്ത് കാണുന്നത് ഒരു താൽക്കാലിക റോഡാണ്. അപ്പം ഞാൻ അണ്ടർപാസിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോഴേ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഒരുപാട് റോഡ് പണി തുടങ്ങി അന്ന് നമ്മൾ തുടങ്ങിയതാണ്. പാണമ്പ്ര വളവ് നിവരുന്നു. എന്നാൽ ശരിക്കും പാണമ്പ്ര വളവ് കംപ്ലീറ്റ് ഇല്ലാതായത് ഇന്ന് മുതലാണ്. ഇപ്പം നേരെ നിങ്ങൾ മുന്നോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണട്ടോ, കണ്ടോ, കുറച്ചുകൂടി വലതുഭാഗത്ത് കൂടെ ഇനി ആദ്യത്തെ റോഡ്. അപ്പോൾ ആ റോഡ് താൽക്കാലികമായിട്ടുള്ളതാണ്. കണ്ടോ, ഇപ്പോൾ വ്യക്തമായിട്ട് കാണാം പഴയ റോഡ് എങ്ങനെയാണ് കടന്നു പോയിരുന്നത്, പുതിയ സർവീസ് റോഡ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ഇന്ന് മുതൽ പാണമ്പ്ര വളവ് ഇല്ലാതായി. ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് പാണമ്പ്ര വളവ്. അപ്പോൾ ആ വളവിൻ്റെ ആ മരങ്ങളൊക്കെ ഉള്ള ആ ഭാഗത്താണ് ഏറ്റവും വലിയ ഒരു ബസ് അപകടം ഉണ്ടായത്. അന്ന് ഏകദേശം 20ഓളം ആളുകൾ മരിച്ചൊരു ബസ് അപകടമാണ് അന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇനി ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോവുകയാണ്. അപ്പോൾ വാഹനങ്ങൾ നേരെയായിട്ട് ഇറങ്ങി വരുന്നത് ഈ പള്ളിയിലെ ആളുകളൊക്കെ ഇവിടുത്തെ ഒരുപാട് അപകടങ്ങൾക്ക് സാക്ഷിയായതാണ്. ഒരുപാട് അപകടങ്ങൾക്ക് രക്ഷാപ്രവർത്തനം നടത്തിയതാണ്. ഇവിടെ പഴയ ഒരു സമയത്തൊരു ഗ്യാസ് ടാങ്കർ മറിഞ്ഞൊരു അപകടമൊക്കെ ഉണ്ടേനി. അതൊക്കെ എന്താ പറയുക, ഒരു ഭാഗ്യത്തിന് നാട്ടുകാർ രക്ഷപ്പെട്ടൊരു അപകടമാണ്. അപ്പോൾ നേരെ മുന്നോട്ട് നോക്കിയാൽ അണ്ടർപാസിൻ്റെ അപ്പുറത്തെ ഭാഗത്തെ വർക്കുകൾ കാണാം. ഏകദേശം അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്ത് പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ പഴയ റോഡ് പുതിയ സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ആ വാഹനം പോകുന്നതൊക്കെ താൽക്കാലിക റോഡാട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആ റിബൺ കെട്ടിയിട്ടുണ്ടല്ലോ, ആ ഭാഗത്ത് കൂടെ ബ്ലോക്ക് കട്ടകൾ വെച്ചിട്ട് ഉയർത്തിയിട്ട് മണ്ണിട്ട് ഉയർത്താനുള്ളതാണ്. കണ്ട, അതാ അണ്ടർപാസിൻ്റെ അടുത്തുനിന്ന് വരുന്നത് അതേപോലെ ഇങ്ങനെ കുറച്ച് ഉയർന്നിട്ടാണ് റോഡ് പോവുക. ഇതാണ് ഇപ്പോൾ പഴയ റോഡ്. ഈ റോഡുമ്മ കൂടെയുള്ള അവസാന യാത്രയാണിത്. നാളത്തോടുകൂടി നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഈ റോഡ് പൊളിച്ച് മാറ്റും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഇവിടെ ഒരു നൂറ്റാണ്ടുകളായിട്ട് വാഹനം ഓടാത്തൊരു കാഴ്ച പോലെ ഇപ്പം തന്നെ കാണുന്നത്. പിന്നെ എന്താകും അന്ന് ഈ റോഡ് ഇങ്ങനെ വളച്ചെടുക്കാനുള്ള കാരണം എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും കിട്ടാത്തൊരു സംഭവം കേട്ടോ. ഈ റോഡ് ഇതേപോലെ ഒന്നും ഉണ്ടാക്കാമായിരുന്നല്ലോ. അങ്ങനെ അണ്ടർപാസ് ഒന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ കയറ്റത്തോട് കൂടിയിട്ട് വളവ് ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കാമായിരുന്നല്ലോ എന്നുള്ളതാണ് അപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ആലോചിക്കുക. അന്നത്തെ സാഹചര്യം അതാണ്. ഇന്നത്തെ പോലുള്ള ഇതൊന്നുമില്ല, ടെക്നോളജികളൊന്നും ഇല്ലാത്തത് കൊണ്ടാവും. പിന്നീട് അടുത്തൊരു കാര്യം, എങ്ങനെയാണ് റോഡിലേക്ക് കയറലും ഇറങ്ങലും എന്നുള്ളത് ഒരു സുഹൃത്തിൻ്റെ ചോദ്യത്തിലുള്ള മറുപടിയാണ്. ഇതിപ്പോൾ നമ്മൾ ചാളാരി എത്തുന്നതിന് മുമ്പുള്ള മെർജിങ് പോയിൻ്റാണ്. അപ്പോൾ ഈ ഭാഗത ഏകദേശം 35 മീറ്റർ
ഒഴിവാക്കിയിട്ടൊരു ഭാഗമാണ് മെർജിങ് പോയിൻ്റ് എന്ന് പറയാം. ഇതിപ്പോൾ താൽക്കാലികമായിട്ട് ഇത് വെച്ചതാണ് കേട്ടോ, നമ്മളെ ക്രാഷ് ബാരിയറിൻ്റെ ആ ഭാഗം വെച്ചതാണ്. ഈ ഭാഗം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാകുക. അപ്പോൾ ഞങ്ങൾ വന്ന് കയറി വന്നല്ലോ, അതേപോലെ പാണമ്പ്ര ഭാഗത്തുനിന്ന് വരുന്ന ഒരു വാഹനത്തിന് തൃശ്ശൂരിലേക്ക് പോകാനും അതേപോലെ തന്നെ കോഴിക്കോട് ഭാഗത്തുനിന്ന് ചാളാരിയിലേക്ക് വരുന്നൊരു വാഹനത്തിന് ഇറങ്ങാനുള്ള മെർജിങ് പോയിൻ്റാണത്. അപ്പോൾ ഒരുപാട് മെർജിങ് പോയിൻറ്റുകളുണ്ട്, അതിൽ ചാളാരത്തെ മെർജിങ് പോയിൻ്റാണത്. അപ്പോൾ ഇതാണ് പാണമ്പ്ര അണ്ടർപാസിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഇനി ചാളാരി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാളാരി അടുത്ത വർക്ക് എത്തുന്ന ഭാഗം വരെ നല്ല വേഗതയിലാണ് പോവുക. കാരണം ഇവിടെ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചതാണ്. പിന്നീട് വീണ്ടും എന്താണ് കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഇടവിട്ട് കാണിച്ചാൽ പല സുഹൃത്തുക്കൾക്കും വീഡിയോൻ്റെ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ ഭാഗത്ത് കൂടെ തന്നെ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ചാളാരി സ്കൂളിൻ്റെ ആ ഭാഗത്ത് നമ്മളൊരു മെർജിങ് പോയിൻ്റ് കണ്ട്, പിന്നെ ഒരു മെർജിങ് പോയിൻറ്റിലൂടെയാണ് ഇപ്പോൾ ഈ വലിയ ലോറി കടന്നു വന്നത്. കണ്ട ഈ വലതു ഭാഗത്ത് ഇതാണ് ഈ ഭാഗത്തെ മെർജിങ് പോയിൻ്റ്. ഇനി ഒരു മെർജിങ് പോയിൻ്റ് ഉള്ളത് പടിക്കൽ പമ്പ് ഹൗസിൻ്റെ അവിടെയാണ്. പിന്നീടുള്ളത് പടിക്കൽ CP മാർബിൾസിൻ്റെ അവിടെയാണ്. പിന്നീട് വരുന്നത് തലപ്പാറക്ക് മുന്നായിട്ട് വെളിമുക്കിലാണ് വരുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ 6 വരിയിലേക്ക് കയറാനും ഇറങ്ങാനും സംവിധാനമുണ്ട്. മെർജിങ് പോയിൻറ്റുകളാണ്, നമ്മുടെ മാഹി ബൈപ്പാസിലെ പോലെ എൻട്രൻസ് ആൻഡ് എക്സിറ്റ് പോയിൻറ്റുകളല്ല. ചാളാരിന്നും പിന്നീട് വർക്കുകൾ 6 വരിൻ്റെ ടാറിങ് കഴിഞ്ഞ് ആദ്യഘട്ട ടാറിങ് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് വർക്കുകളൊന്നും കാര്യമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. പിന്നീട് കഴിഞ്ഞ വീഡിയോ നമ്മുടെ മലപ്പുറം കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയായ ഇടിമുഴിക്കൽ വരെ മുതൽ ഇപ്പോൾ നമ്മൾ കണ്ട പാണമ്പ്ര വളവ് വരെയുള്ള വീഡിയോ ആയിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ അവസാനം എൻഡ് സ്ക്രീനിലും അതേപോലെ തന്നെ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുക്കുക. ആ വീഡിയോ കാണാത്തവർ കാണുക. അപ്പോൾ നമ്മൾ താഴേച്ചാളാരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. താഴേച്ചാളാരി ഒന്നും പിന്നീട് ചെറിയ ചെറിയ വർക്കുകൾ നടക്കുന്നുണ്ട്. അണ്ടർപാസിൻ്റെ മുകളിലുള്ള ചെറിയ വർക്കുകളൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കണ്ട മസ്ജിദ് നൂർ ചാളാരി, അപ്പോൾ ഈ പള്ളിപ്പം ഒന്ന് അടിപൊളിയായിട്ട് ACP വർക്കൊക്കെ ചെയ്തിട്ട് പേരെഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പേരെഴുതി വെച്ചതിൻ്റെ ഗുണം എന്താ വെച്ചാൽ, തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്നൊരു വാഹനത്തിൽ യാത്രക്കാർക്ക് ചാളാരി എത്തിയിട്ടുണ്ട് എന്ന് അറിയാനുള്ള നല്ലൊരു സിഗ്നലാട്ടോ ഈ ബോർഡ്. ഈ രീതിക്ക് പല പള്ളികളും വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അഥവാ ഈ 2 നിലൻ്റെ മുകളിൽ സ്ഥലപ്പേരും പള്ളിയുടെ പേരും എഴുതിയിട്ടുള്ള വലിയ ബോർഡുകൾ പഠിക്കലും ഇതുപോലുള്ളൊരു അടയാളം വരും, വലിയൊരു മിനാരം വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പഠിക്കക്കാരുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിശദീകരണം ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ പഠിക്കലൊന്നും പോണതാണ് എന്നാലും. അപ്പോൾ ഇതാണ് ഇനി പുതിയതായിട്ട് നമ്മളെ നാട്ടിൽ വരാൻ പോകുന്നൊരു സ്റ്റൈല്. നമുക്കിതേപോലെ ഇങ്ങനെ പള്ളിൻ്റെ ബോർഡിൽ നിന്നൊക്കെ ഇനി സ്ഥലങ്ങൾ കാര്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുക. അപ്പം നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. പിന്നീട് അടിപൊളി വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പടിക്കലാണ്. പടിക്കൽ വൻ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് പടിക്കലേക്ക് പോകാം. പടിക്കൽ ഈ ഭാഗത്തായിട്ടാണ് അടുത്ത മെർജിങ് പോയിൻ്റ് വരുന്നത്. 2 ഭാഗത്തും മെർജിങ് പോയിൻ്റ് ഉണ്ട്. കണ്ട ഈ സൈഡിലെ ക്രാഷ് ബാരിയർ വന്ന് നിൽക്കുന്നുണ്ട. കണ്ട ഇവിടെയാണ് ഒരു മെർജിങ് പോയിൻ്റ് ഉണ്ടാകുക. ഒന്ന് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഒരു മെർജിങ് പോയിൻ്റ്. അപ്പോൾ നമുക്ക് കോഴിക്കോട് ഭാഗത്തുനിന്ന് ഇപ്പോൾ കാടപ്പടി പറമ്പിൽപ്പടിയ ഭാഗത്തേക്ക് പോകുന്നവർക്ക് ഈ ഭാഗത്ത് വന്നിട്ട് എന്ത് ചെയ്യുക, 6 വരി ഹൈവേന്ന് സർവീസ് റോഡിലേക്ക് എക്സിറ്റ് ആകുക. അതേപോലെ തന്നെ ചാളാരി ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നവർക്ക് ഈ ഭാഗത്തുനിന്ന് സർവീസ് റോഡിൽ നിന്ന് എന്ത് ചെയ്യുക,
ഹൈവേയിലേക്ക് കയറും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പടിക്കൽ അണ്ടർപാസിൻ്റെ കോഴിക്കോട് ഭാഗത്തെ അപ്രോച്ച് റോഡിലൂടെയാണ്. ഇവിടെ ആദ്യഘട്ട ടാറിങ് അടിപൊളിയായിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വലിയ വലിയ വർക്കുകളൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒരു കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ പല സ്ഥലത്തും ടാറിങ് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നീട് പൊളിച്ചിട്ടാണ് ഈ കോൺക്രീറ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഇവിടെ അതിന് മുന്നേ തന്നെ ചെയ്യണം. അപ്പോൾ പടിക്കൽ കരുവാങ്കല്ല് റോഡ്, അപ്പോൾ നമ്മളെ നാട്ടുകാരായ പ്രവാസികളൊക്കെ കണ്ടോളി. നോമ്പിൻ്റെ വൈകുന്നേരത്തെ തിരക്ക് ഇങ്ങനെ മെല്ലെ ആരംഭിച്ച് വരുന്നുള്ളൂ. ആ തൊപ്പിട്ട് നിൽക്കുന്നത് നമ്മളെ PA ബാവയാണ്. ഞാനും അറിഞ്ഞില്ല എന്ന് വേണ്ട. കാര്യമായിട്ട് കച്ചവടക്കാർക്ക് ക്ഷീണം പറ്റാത്തൊരു സ്ഥലമാണ് പടിക്കൽ. ഇതിൻ്റെ അണ്ടർപാസ് വന്നിട്ടുള്ളത് നല്ല ഡയറക്റ്റായിട്ട് റോഡിന് നേരെയാണ്. പിന്നീട് കാര്യമായിട്ട് പടിക്കൽ ബിസിനസ്സുകൾ നടക്കുന്നത് ഈ കരുവാങ്കല്ല് റോഡിനാണ്. എന്തായാലും പ്രവാസി സുഹൃത്തുക്കൾക്കും വേണ്ടി ഈ പടിക്കൽ അങ്ങാടിയുടെ കുറച്ച് ഭാഗങ്ങൾ കൂടി കാണിക്കണം. അപ്പോൾ ഈ പ്രവാസി സുഹൃത്തുക്കൾ ചെയ്യേണ്ടതെന്താ വെച്ചാൽ പ്രവാസികളായിട്ടുള്ള നിങ്ങളുടെ നമ്മളെ നാട്ടുകാരെ ഗ്രൂപ്പിലേക്കൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് കുറച്ച് വ്യൂസൊക്കെ കിട്ടട്ടെ. അപ്പോൾ ഇവിടെ നിന്നാണ്ട് നോക്കുമ്പോൾ എന്തോ ഒരു രസമാണ്. പടിക്കല മാതിരി ഇത്ര ഒരു വളവുള്ള ഭാഗം ഇവിടെ വേറെ ഇവിടെ ഇല്ല കേട്ടോ. ഒരു ഇട്ട പോലെയാണ് ഇവിടുന്ന് ചേളാരി ഭാഗത്തേക്ക് പോകുമ്പോൾ റോഡിൻ്റെ കാഴ്ച. ഇതിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വെയിലായതുകൊണ്ടാണ് കുറച്ച് ക്ലിയർ കമ്മി. കണ്ടാ, ഇങ്ങനെ ഒരു പോലെയാണ് ഇത് പമ്പ് ഹൗസിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ റോഡ് വരിക. ഇതാ നമ്മൾ മണ്ണിട്ട് ഉയർത്തിയ സമയത്ത് കാണിച്ചിരുന്നു. ഇതിലെ തന്നെയാണ് നമ്മൾ തിരിച്ചു പോയത്. പക്ഷേ ഇതിൻ്റെ ഈ റോഡിൻ്റെ ഈ ഭാഗത്തിൻ്റെ ഒരു ഭംഗി ഭയങ്കരമാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഇത് ഇങ്ങോട്ട് വരുമ്പോഴും ഇതേ വീഡിയോ തന്നെ വീണ്ടും എടുക്കുന്നത്. ഈ റോഡിൻ്റെ ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ, ഈ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗമൊക്കെ കാണുന്നതിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളാവും. കാരണം അവർക്ക് ഈ യൂട്യൂബിൽ ഒരു നിരന്തരം ഈ വീഡിയോകൾ കാണുന്നുണ്ട്. നാട്ടുകാർ പല ആൾക്കാർക്കും ഇപ്പോഴും ഇതിൻ്റെ മേലെന്താ സംഭവം എന്ന് ഇപ്പോൾ വളരെ കൂടുതൽ ആൾക്കാർക്കും തലയിട്ടില്ല. പിന്നെ അതായി കണ്ട ഒരു സാധനം കണ്ടോ, ഒന്നും കൂടി ഇപ്പോൾ കാണും കേട്ടോ. കണ്ട ഈ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു കോൺക്രീറ്റിൻ്റെ ഭാഗം, അതാണ് കേട്ടോ ലൈറ്റ് വരുന്ന ഭാഗം. അപ്പോൾ ഇവിടെ ചെറിയൊരു ബ്ലോക്ക് കണ്ട്, ചെറിയ ബ്ലോക്കല്ല അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഒരു കാറ് കൊണ്ടുപോയിട്ട്, ഒരു ടാറ്റൻ്റെ ടിയാഗോ കൊണ്ടുപോയിട്ട് ഈ സൈഡിൽ വെച്ചിക്കണല്ലോ ഈ കോൺക്രീറ്റിൻ്റെ ആ സാധനം, അതിനെ കൊണ്ടുപോയിട്ട് അടിച്ച് കയറ്റിയാണ് കേട്ടോ. എന്തായാലും ടാറ്റയ്ക്ക് സ്വന്തമായിട്ട് ഇരുമ്പ് കമ്പനി ഉള്ളത് കൊണ്ട് ഉള്ളിലുള്ള ആളുകൾക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് കാറ് കണ്ടാൽ മനസ്സിലാവും. എന്തിനാണ് ഇവിടെ വന്ന് ആക്സിഡൻ്റ് ആയതെന്ന് ആലോചിച്ചിട്ടാണ് ഒരു തലയും കിട്ടാത്തത്. ഒരു സാധ്യതയില്ലാത്തൊരു സ്ഥലം. എന്തെങ്കിലും ആട്ടെ, നമ്മളെ വിഷയമല്ല, നമ്മൾ പൈമ കൂടുന്നില്ല. അപ്പോൾ പിന്നീട് ഇപ്പോൾ പടിക്കൽ രണ്ടാമത്തെ അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്ത്, ഈ ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് പകുതി അണ്ടർപാസിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളൂ, പകുതി വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ മണ്ണിട്ടുയർത്തൽ കഴിഞ്ഞിട്ടോ. എന്തായാലും പടിക്കക്കാരൊരു ഭാഗ്യം ചെയ്ത ടീമാണ്. കാരണം ഈ അണ്ടർപാസ് പറഞ്ഞാൽ പടിക്കൽ അങ്ങാടിക്ക് ഭയങ്കര പോസിറ്റീവാണ് ഈ അണ്ടർപാസ്, ഒരു സംശയമില്ല. കാരണം ഉർമി ബസാർ ഈ ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്കൊക്കെ പടിക്കന്ന് പോയി സാധനം വാങ്ങി വരിക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാവും. കാരണം ഈ അണ്ടർപാസ് അത്രയും നല്ല സ്ഥലത്താണ് വന്നത്. പൂമ്പാട്ടുപാടം, ഉർമി ബസാർ, ഇങ്ങനത്തെ എല്ലാ ഭാഗത്തേക്കും ഉള്ള ഒരു ആക്സസ് കിട്ടും. പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ ഈ ഭാഗം മൊത്തത്തിൽ തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ നമ്മളെ പകുതി അണ്ടർപാസിൻ്റെ വർക്ക് കിടക്കുന്ന ഭാഗമാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം വെളിമുക്ക് ടൗണ് വരെ ബാക്കിൽ റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗവും. അപ്പോൾ ബസ്സൊന്നും പാലക്കൊക്കെ പോകണില്ല. ബസ്സൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് നിർത്തുന്നത്, ഈ പടിക്കലിൻ്റെയും നമ്മളെ ഇതിൻ്റെ ഇടയിൽ, പാലക്കലിൻ്റെ ഇടയിൽ. അപ്പോൾ അതവിടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓല വിഷമം പറയുന്നേ, ഓട്ടോറിക്ഷ നിർത്താൻ സ്ഥലമില്ല, ഫുള്ള് പൊടിയാണ്. പാവങ്ങൾ വളരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായൊരു ടീമാണ് NHലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ. എന്തായാലും അവർക്കൊരു നല്ല കാലം വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എല്ലാ ഭാഗത്തും അതാത് ഭാഗത്തൊക്കെ പടിക്കലൊക്കെ വിശാലമായ സ്റ്റാൻഡ് തന്നെ കിട്ടും കേട്ടോ.
പടിക്കലൊക്കെ ബസ് സ്റ്റോപ്പിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാൻ വിട്ടുപോയതാണ്, എന്തായാലും അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തലപ്പാറ ഭാഗത്തേക്കാണ്. തലപ്പാറ ചെമ്മാട് തിരൂരങ്ങാടി റോഡ് ജംഗ്ഷനിലാണ് ഇപ്പോൾ നല്ല രീതിയിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ അത് വെളിമുക്ക് ഇപ്പോൾ കണ്ട 2 ഭാഗത്തും 6 വരിയിലൂടെയാണ് വാഹനങ്ങൾ സർവീസ് നടത്തുന്നത്. അപ്പോൾ ഈ സർവീസ് നടത്തുന്ന ഈ ഭാഗത്ത് കണ്ടാൽ അറിയാം എന്താ മെർജിങ് പോയിൻ്റ് എന്നുള്ളത്. ഇപ്പോൾ നേരെ ഇങ്ങനെ നോക്കിയോളൂ കേട്ടോ, കണ്ടാ ഇവിടുന്ന് നേരെ സർവീസ് റോഡുമ്പോൾ കണ്ടിറങ്ങും. അതേപോലെ ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട്. ഇനി തിരിച്ച് ഇതേപോലെ ഹൈവേക്ക് കയറാനും പറ്റും. അപ്പോൾ അതാണ് മെർജിങ് പോയിൻ്റ്. അപ്പോൾ ആ സംശയം ക്ലിയർ ആയി കാണും എന്ന് കരുതുന്നു. അപ്പോൾ പിന്നീട് ഇനിയിപ്പോൾ നമുക്ക് നേരെ തലപ്പാറമ്മലെത്തണം. അപ്പോൾ വെളിമുക്കിൻ്റെയും തലപ്പാറിൻ്റെ ഇടയിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 വരിയുടെ ആദ്യഘട്ട വർക്കുകൾ കഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ലൈറ്റിൻ്റെ ആ സൈഡിലുള്ള ബോക്സിൻ്റെ വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ തലപ്പാറ ടൗണിലാണ് പിന്നീട് നല്ല രീതിയിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടി കണ്ടിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നോമ്പാണ്. അപ്പോൾ തലപ്പാറ അണ്ടർപാസിൻ്റെ അവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാം. അപ്പോൾ പാലത്തിൻ്റെ അങ്ങോട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് അണ്ടർപാസിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ട് ഉയർത്താനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ തുടങ്ങും. അവിടെ ജംഗ്ഷൻ്റെ പണി കഴിഞ്ഞാൽ അപ്പം നല്ല കൃഷിയൊക്കെ നല്ല പച്ചപ്പായി നിൽക്കുകയാണ്. വൈകുന്നേരത്തെ വെയിലാണ്. അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ അതാ ഈ ഭാഗത്താട്ടോ അപ്പോൾ വർക്കുകൾ കാര്യമായിട്ട് നടക്കുന്നത്. ഇനി തൃശ്ശൂർ ഭാഗത്തുനിന്ന് ഇങ്ങനെ തിരൂരങ്ങാടി ഇപ്പോൾ ഈ നടുവ് കൂടെ കാണുന്ന ഈ റോഡുണ്ടല്ലോ, ഇത് താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ ഇന്നല്ല വരിക, ഇവിടെ എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണുള്ളത്. ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ താൽക്കാലിക റോഡ്. ഈ പാടത്തെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞാലേ ഇനി തലപ്പാറ ബാക്കിയുള്ള വർക്കുകൾ നടക്കുള്ളൂ. അപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ നല്ല വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് പ്രധാന ജംഗ്ഷൻ. അത് ആ കുഴിച്ചത് അവിടെ ഒരു ഡ്രെയിനേജ് ഉണ്ട്, കൾവർട്ട് ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള കുഴിക്കലാണ്. ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ടൈം അണ്ടർപാസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞിരുന്നു ഇവിടെ കുറേ താഴ്ത്തിയിട്ടാണ് ജംഗ്ഷന് നിർമ്മിക്കുക എന്നുള്ളത്. ഇപ്പം ഞാൻ താഴേക്ക് ഇറങ്ങി വന്നിട്ടോ. അപ്പോൾ ഇതാണ് കാഴ്ചകൾ. പിന്നെ തലപ്പാറ അണ്ടർപാസിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇനി ഈ ഭാഗത്തും കൂടി മണ്ണിട്ട് ഉയർത്തിയാൽ അടിച്ച് പൊളിയായി. സുഹൃത്തുക്കളെ, ഇത്രയാണ് പാണമ്പ്ര മുതൽ തലപ്പാറ വരെയുള്ള ഏറ്റവും പുതിയ അപ്ഡേഷന്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക്, നമ്മുടെ നാട്ടുകാരൊക്കെ ഗ്രൂപ്പുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരും നമ്മളെ നാടിൻ്റെ മാറ്റങ്ങളൊക്കെ കാണട്ടെ. പല ആളുകളും ഇപ്പോഴും ഇതൊന്നും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്, അവരൊക്കെ കാണട്ടെ, നമുക്കൊരു റീച്ചും ആകട്ടെ. അപ്പോൾ നമുക്ക് തലപ്പാറ മുതലുള്ള ഒരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.